ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ്. ഫസ്റ്റ് 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ചുറ്റുവട്ടമുള്ള ആളുകൾ മാനസികമായിട്ട് സമ്മർദ്ദപ്പെടുത്തുക, വഴക്കുണ്ടാവുക, കോമ്പറ്റീഷൻ ഉണ്ടാവുക, ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് 5 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താണെന്നറിയാമോ? മറ്റുള്ളവരാൽ ചലഞ്ച് ചെയ്യപ്പെടേണ്ട രീതിയിൽ നിങ്ങൾ ഉയർന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങൾ ഉയർന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഉയർച്ചയിൽ എപ്പോഴും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവാം. നിങ്ങളുടെ എല്ലാ ഗ്രോത്തും നിങ്ങൾ എല്ലാവരോടും പറയരുത്. നിങ്ങൾക്ക് സംഭവിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരോട് പറയരുത്. അത് മറ്റുള്ളവരിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. അതേ സമ്മർദ്ദം അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ നിങ്ങളിലേക്കും വരും. അപ്പോൾ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. ചുറ്റുമുള്ള ആളുകൾ നിങ്ങളോട് മത്സരിക്കാൻ തയ്യാറാകും. അങ്ങനെ കോമ്പറ്റീഷൻസ് ഉണ്ടാകും, വഴക്കുകളുണ്ടാകും. അങ്ങനെയുള്ളൊരു എനർജിയാണ് 5 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എനർജി ഉണ്ട്. വഴക്കുണ്ടാക്കാനുള്ള ഒരു വഴക്കാളി മെൻറ്റാലിറ്റി ആയിരിക്കും ഇന്ന് രാവിലെ ഉള്ളത് കേട്ടോ. അപ്പം ഇടിനാശവും വെള്ളപ്പൊക്കവും ഒന്നും ഉണ്ടാക്കരുത്. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കുകളായിട്ടൊക്കെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് 5 ഓഫ് വാൺസ് ആണ്. സെക്കൻഡ് 2 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ 5 ഓഫ് വാൺസിന് ശേഷം 2 ഓഫ് സോഡ്സ് ആണ്. വേണ്ട എന്നാണ് പറയുന്നത്. വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. വഴക്കുണ്ടാക്കാനുള്ള ഒരു മൂഡിലായിരിക്കും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്നൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് 2 ഓഫ് സോഡ്സ് ആണ്. വേണ്ട, അത് ചെയ്യരുത്. അതുപോലെ തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു ഇൻഡിസിഷൻ ആയിട്ടുള്ളൊരു എനർജിയിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു തീരുമാനം വേണം. ആ തീരുമാനത്തിൽ ഒരു ക്രോസ് റോഡിൽ വന്ന് നിന്നിട്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, അങ്ങോട്ട് പോകണോ പോകണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരത്തില്ലേ? അതുപോലൊരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കും. ഒരു ക്രോസ് റോഡിൽ വന്ന് നിൽക്കേണ്ടി വരും എന്നാണ് 2 ഓഫ് സോഡ്സ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇൻഡിസിഷനായിട്ട് നിൽക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. തീരുമാനം എടുക്കുന്നതിനെക്കുറിച്ച് ആകെ കൺഫ്യൂസ്ഡായിട്ട് വാട്ട് പേടിച്ച് നിൽക്കുന്നൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റിൻ്റെ ദിവസമാണ്. ദെൻ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഭയങ്കരമായിട്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് തന്നെ ഉണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ നിങ്ങൾ അറിയാതിരുന്ന രഹസ്യങ്ങൾ, നിങ്ങൾ അറിയേണ്ടത് എന്നാൽ നിങ്ങൾ അറിയാതിരുന്ന രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇന്നേ ദിവസം റിവീൽഡ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വരുമ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുക, അമ്മയോട് സംസാരിക്കുക, അമ്മയെ കാണാതിരിക്കുന്നവരാണെങ്കിൽ അമ്മയെ കാണുക, അങ്ങനെയുള്ളൊരു എനർജിയാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി. അമ്മയാവാം, അല്ലെങ്കിൽ അമ്മയെപ്പോലുള്ള എനർജി, അമ്മയോട് സാമ്യമുള്ള എനർജിയാണ്. ദെൻ കിങ് ഓഫ് വാൺസും സ്ട്രെങ്താണ് വന്നേക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളറിയാത്ത ചില രഹസ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇന്ന് റിവീൽഡ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളറിയാതിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് വേറെ അയാളുടെ ഒരു ഫ്ലേർട്ടി എനർജിയെക്കുറിച്ചൊക്കെ നിങ്ങളിന്ന് മനസ്സിലാക്കാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നറിയുന്നതോ അല്ലെങ്കിൽ നിങ്ങളറിയാതിരുന്ന നിങ്ങളിൽ ഒന്ന് മറഞ്ഞിരുന്ന രഹസ്യങ്ങളൊക്കെ വെളിവാകാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കണ്ണും കൈയും കൂർപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ണ് തുറന്ന് കണ്ടാൽ പോരാ, ആ കാണുന്ന കാഴ്ചകളെ കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം. ഒരാളും 100% മറ്റൊരാളെ പൂർണ്ണമായും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ ചെയ്യുന്നതിനുള്ള അർഹത ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കുണ്ടോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ രഹസ്യങ്ങൾ ആണ് മനുഷ്യർക്കുള്ളിലെല്ലാം രഹസ്യങ്ങളുണ്ട്. അതെല്ലാം അവരെല്ലാവരോടും പറയത്തുമില്ല. അപ്പോൾ കേൾക്കുമ്പോൾ തകർന്നു പോകുന്ന രഹസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഓർത്ത് വേണം റിലേഷൻഷിപ്പുകളിലേക്ക് പോകാൻ. അപ്പോൾ ഇന്ന് ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെളിവാകാൻ സാധ്യതയുണ്ടെന്നാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ഇതൊരു
സ്പിരിച്വൽ ഗുരുവാണ് കേട്ടോ, സ്പിരിച്വൽ ലേഡിയാണ്. ഇതൊരു വളരെ അതീതജ്ഞാനമുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സ്ത്രീയിൽ നിന്നൊരു ഗൈഡൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് നിങ്ങളുടെ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഈ പള്ളിയിലായാലും അവിടേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഈ എന്താ പറയുന്നത് കൈ നോക്കുന്നവരാകാം, ചിലപ്പം മുഖലക്ഷണം പറയുന്നവരാകാം, ചിലപ്പം രാമായണമോ ഭാഗവതമോ ഒക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ചു തരുന്നവരോ പറഞ്ഞു തരുന്നവരോ ആയിരിക്കാം. പള്ളിയിലൊക്കെ ആണെങ്കിലും അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ മുഖം നോക്കി ശാസ്ത്രം പറയുന്നവരില്ലേ, അങ്ങനെയുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഒരു ലേഡി, ഒരു ഫെമിനൈൻ എനർജിയാണ്, അങ്ങനെ ആരെങ്കിലും കാണാനോ അവരിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടാനോ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണോ നിർബന്ധമില്ല, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആരെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാനും സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ആദ്യകാല ഗുരുക്കന്മാരുണ്ടല്ലോ, നിങ്ങളെ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള അധ്യാപകരല്ലേ, ആ അധ്യാപകരെയൊക്കെ ചിലപ്പോൾ മീറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ദെൻ വീൽ ഓഫ് ഫോർച്യൂണാണ്, വളരെ ഭാഗ്യമുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നേ ദിവസം ചിട്ടിയോ ലോട്ടറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കാർമികമായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു ലേഡി, ഒരു മദർലി ഫിഗർ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കാർമിക് കണക്ഷനുള്ള ആളാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചൈൽഡ്ഹുഡിൽ നിങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരുന്ന ആളായിരിക്കാം, ഇടക്കാലം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളായിരിക്കാം. ഇന്ന് നിങ്ങൾ ചിലപ്പോൾ വീണ്ടും വരെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂണാണ്. അപ്പോൾ ഒരു ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻകൗണ്ടറാണ്. അപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻ ഇന്ന് മീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇതുപോലെ പറഞ്ഞ പോലെ ഭാഗ്യമുള്ള ദിവസമാണ് ചിട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ അടിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് വേൾഡ് കാർഡാണ്. ഈ വേൾഡ് കാർഡ് ഇപ്പോൾ ബോട്ടം കണ്ടപ്പം ഞാൻ ഷഫിൾ ചെയ്തതാണ്, അതെടുത്തപ്പോൾ വീണ്ടും അത് തന്നെ വന്നു. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ സക്സസ് ആൻഡ് വിക്ടറിയാണ്, അതുപോലെ ഒരു കംപ്ലീഷനുമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ വേൾഡ് എന്ന് പറയുന്നത് 21st കാർഡാണ്, അതായത് മേജർ അർക്കാന കാർഡിൻ്റെ ലാസ്റ്റത്തെ കാർഡാണ് വേൾഡ് കാർഡ്. അപ്പോൾ ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നതും കാലം എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരുന്നോ, അത് എൻഡ് ആവുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് ശരിക്കും ഒരു നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിലെ ഒരു ഘട്ടമായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷനും ഇന്ന് എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയോടൊപ്പം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാനും ഹാപ്പി ആയിട്ടിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളിന്ന് വളരെ ഡാൻസിങ് ലേഡി എനർജിയിലായിരിക്കും, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, ദെൻ ഒരു എയർ ട്രാവലിൻ്റെ കാർഡാണ്. യാത്ര പോകുന്ന ആളുകൾ വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരുന്നവരാകാം, നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവരാകാം. അവരെ സംബന്ധിച്ച് നിങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാത്തിരുന്ന ഒരു കപ്പ് ഓഫ് ലവ് വരുന്നുണ്ട്. കപ്പ് ഓഫ് ലവ് ആയിരിക്കാം, കപ്പ് ഓഫ് ഓഫർ ആയിരിക്കാം. നിങ്ങൾ കാത്തിരുന്നതാണ്, നിങ്ങളിലേക്ക് ഒരു സഹായമായിരിക്കാം, ഗിഫ്റ്റ് ആയിരിക്കാം. അതുപോലെ നിങ്ങൾ കൊടുത്തിട്ട് എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അതാവാം. അങ്ങനെ കാത്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മോസ്റ്റ്ലി അതൊരു റിലേഷൻഷിപ്പാണ്. ഒരു നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി, അതായത് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട്. ചിലർക്കതൊരു ഓഫർ ലെറ്റർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സഹായം കിട്ടുന്നതായിരിക്കാം, ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം, ഒരു സർപ്രൈസ് കിട്ടുന്നതായിരിക്കാം, പ്ലസ് ഒരു ജോബ് ഓഫറോ ഇൻറ്റിമേഷൻ കിട്ടുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടാനായിട്ട് സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ദെൻ ഹെർമിറ്റ് എനർജിയാണ്. വീണ്ടും ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങൾ മീറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നത്. കാരണം ഇവിടെ നിൽക്കിയ ഹൈ പ്രീസ്റ്റസ്, വീൽ ഓഫ് ഫോർച്യൂൺ, വേൾഡ്, ഹെർമിറ്റ്, ഒരുപാട് മേജർ അർക്കാന കാർഡ്സും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് ആളുകളും സ്പിരിച്വലി നിങ്ങൾ നല്ലൊരു ഹൈ എനർജിയിലേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ലവ് എനർജി ആയിരിക്കാം, ചിലപ്പോൾ അതിനും മുകളിലേക്ക് മണി എനർജിയിലേക്കൊക്കെ നിങ്ങൾ ഗ്രോ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, മണിയെ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിലെ ഒരു സ്റ്റക്കനെസ്, ഇപ്പോൾ അനുഭവപ്പെടുന്ന സ്റ്റക്കനെസ് പറയുന്നത് നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളെയും നിങ്ങൾ സ്റ്റക്കായി പോകുന്നത്. കാരണം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെ മാറ്റിക്കളയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പലയിടത്തും സ്റ്റക്കനെസ് വരുന്നത്. ചില ആളുകളെ നിങ്ങൾക്ക് സമ്പർക്കപ്പെടാൻ പറ്റാത്തത് ആ ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്.
അവരെ യൂണിവേഴ്സായിട്ട് തന്നെ കാരണം ഉണ്ടാക്കിയും കാരണമില്ലാതെയും നിങ്ങളിൽ നിന്ന് മാറ്റി മാറ്റി വിടുന്നുണ്ടായിരിക്കും. നേരത്തെ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്ന ആളുകളോട് നിങ്ങൾക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകത്തില്ല, അവരോട് വല്ലാത്തൊരു സ്റ്റക്കനസ് ഫീൽ ചെയ്യുന്നു, ഒരു ഇൻറ്റിമസി തോന്നുന്നുണ്ടാകത്തില്ല. അതൊക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങളെ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് നിങ്ങളെ അവരിൽ നിന്ന് മാറ്റുന്നതാണ്. അതുപോലെ ഏത് മേഖലയിൽ നിങ്ങൾക്കൊരു സ്റ്റക്കനസ് ഫീൽ ചെയ്താലും ആ മേഖല നിങ്ങൾക്കുള്ളതല്ല, അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോകേണ്ടതാണ് യൂണിവേഴ്സിന് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങളെ അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ചരിച്ചരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലൊരു സ്റ്റക്കനസ് എന്ന ദിവസം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്, ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ്, ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പിടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എനർജി, ഒരു വല്ലാത്ത മൂഡ് സ്വിങ്സ് തോന്നുക, ഇതൊക്കെ ഇന്ന ദിവസം തോന്നാനായിട്ട് സാധ്യതയുണ്ട്. മൂഡ് സ്വിങ്സ് എന്തായാലും തോന്നാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് 5 ഓഫ് വാണ്ട്സ് പറഞ്ഞില്ലേ, മഴക്കാളി മൂഡാണെന്ന് പറഞ്ഞില്ലേ, അതൊരു തരം മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നമാണ്. എല്ലാവരോടും കാണുമ്പോൾ തന്നെ അരിശം തോന്നുക, ദേഷ്യം തോന്നുക, എന്താണോ നിൽക്കുമ്പോൾ നീ ഓടാ എന്ന് പറയുന്നൊരു എനർജി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വീൻ ഓഫ് കപ്സ് ആണ്. എല്ലാവർക്കും എന്ത് ചോദിച്ചാലും വാരിക്കോരി കൊടുക്കുന്ന ഒരു എനർജിയിലേക്കൊക്കെ ആയിരിക്കും. വളരെ സ്നേഹം, കമ്പാഷൻ, അനുതാപം, അനുകമ്പ, അങ്ങനെ ഒരു എനർജി ആയിരിക്കും. ഒരു മദർലി അഫെക്ഷനോടുകൂടി ആയിരിക്കും എല്ലാവരോടും കാണുന്നൊക്കെ. അതുപോലെ എല്ലാവർക്കും എന്തും കൊടുക്കാനുള്ളൊരു എനർജിയൊക്കെ ഇന്ന ദിവസം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ദിവസമാണ്. നിങ്ങൾ ഹീൽ ചെയ്യണം, നിങ്ങൾ ഹീൽ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടേണ്ട ദിവസമാണ്. നിങ്ങൾ നല്ലതായിട്ട് ഒരുപാട് വലിയ പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്തു, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളൊരു മാറ്റമൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അപ്പോഴും പ്രശ്നം, നിങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ വല്ലാതെ മൂഡ് ഓഫ് ആകുന്നു, നിങ്ങൾ വല്ലാതെ ഡിപ്രസ്ഡ് ആകുന്നു. അതിനർത്ഥം നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന് ഇപ്പോഴും മൂവ് ഓൺ ചെയ്തിട്ടില്ല, നിങ്ങളിപ്പോഴും ഹീലിംഗ് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ്. നിങ്ങൾക്കിപ്പോഴും ഹീലിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം ഹീലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെടാനോ ആളുകളുമായി കോൺവെർസേഷൻ വരാനോ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടാനോ സാധ്യതയുണ്ടെന്നാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, ദെൻ ഫൂൾ എനർജിയാണ്. ഒരു യാത്ര കാണുന്നുണ്ട്, പാസ്റ്റിലേക്കാണ് കേട്ടോ. പാസ്റ്റിലുള്ള ആളുകൾ കാണാനായിരിക്കാം. ഒരു നിഷ്കളങ്കമായ, അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലേക്കുള്ളൊരു യാത്രയാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലത്തെ എല്ലാ നെഗറ്റിവിറ്റീസിനെയും ഒഴിവാക്കിയിട്ട് വീണ്ടും പുതിയതായിട്ട് വളരെ ഇന്നസെൻ്റായിട്ട് നിങ്ങൾ യാത്ര പോകുന്നതാവാം. ചിലപ്പോൾ നിങ്ങളുടെ പഴയ നാട്ടിലേക്കോ അങ്ങനെ എങ്ങോട്ടേലൊക്കെ പോകുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് ഫൂൾ കാർഡ് പറയുന്നത്. ഒരു പുതിയ തുടക്കം എന്നാണ് കേട്ടോ. ഒരു പുതിയ നല്ലൊരു തുടക്കമുണ്ട്, പഴയതെല്ലാം മറന്നിട്ടുള്ളൊരു പുതിയ തുടക്കം ഉണ്ടെന്ന് കാണുന്നുണ്ട്. ദെൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. പണം, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, കാത്തിരുന്ന പണമാണ്. പണം ധാരാളമായിട്ട് പണം വരും എന്ന് കാണുന്നുണ്ട്. അതുപോലെ വെയിറ്റ് ചെയ്തിരുന്ന ഒരാളായിരിക്കാം, ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാത്തിരുന്നാണ് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി നിന്ന ആളുകൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വന്ന് കിട്ടാനോ, ചിലപ്പോൾ അവർ നേരിട്ട് വന്ന് നിങ്ങളെ കാണാനോ, അവർ നിങ്ങൾക്ക് ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനോ ഒക്കെ ഒരു സാധ്യത ഇന്ന ദിവസം കാണുന്നുണ്ട്. ബോട്ടം നിൽക്കുന്ന 10 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ വീണ്ടും ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. നിങ്ങൾ ഒരുപാട് ഓവർ ജോലികൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറ്റം, ഇങ്ങനെ മറ്റുള്ളവർ നിങ്ങളുടെ കുറ്റം പറയുന്നത് കേൾക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം പറയുക, അങ്ങനെയുള്ളൊരു എനർജി ഉണ്ട്. മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ ഏറ്റെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പോയിട്ടിങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന മറ്റുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പോകണ്ട, അത് ഏറ്റെടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ആ കർമ്മ നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് പോകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പിന്നെ അത് ഓവർ ബർഡനാണ്. നിങ്ങൾ അധികമായിട്ട് ജോലി ചെയ്യേണ്ടി വരും. കൂടുതൽ അമിതഭാരം, ചിലപ്പോൾ ചിന്താഭാരം കൊണ്ടായിരിക്കും, ഒരുപാട് ചിന്താഭാരം കൊണ്ട് വലയുന്നതായിട്ട് കാണുന്നുണ്ട്. തലയ്ക്ക് ഭാരം തോന്നാൻ സാധ്യതയുണ്ട്. വല്ലാതെ മൂഡ് സ്വിങ്സ് വരിക, മടുത്തു എന്ന് തോന്നുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ്. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഒന്ന് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. വളരെ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നാണ്. ദെൻ ഇഫ് യു ബിലീവ്, നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നടക്കുമെന്ന് കാണുന്നുണ്ട്. ദെൻ യെസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. അതുപോലെ ബോട്ടം ട്രസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയധികം വിശ്വസിക്കുന്നോ, എത്രത്തോളം അതിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇമ്മേഴ്സ്ഡ് ആകുന്നു, അത്രത്തോളം ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. യൂണിവേഴ്സിൻ്റെ എല്ലാ
പ്രൊസീഡിങ്സും എനിക്ക് വേണ്ടിയാണ്, എൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് അംഗീകരിക്കുക, അതിൽ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് വരേണ്ട ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പിന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത പലത്തിനെയും യൂണിവേഴ്സ് അരിച്ചു മാറ്റുന്നുണ്ടായിരിക്കും. അതിനെ നിങ്ങൾ, ആ പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്ന് വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ ഇന്ന് ഇടിനാശ വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടാക്കിയേക്കരുത്. അവിടെ വഴക്കിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിനൊന്നും പോയേക്കരുത്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കണം. ഇന്നെല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ നല്ലൊരു ഫാമിലി ഡേ ആയിരിക്കട്ടെ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.